സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അഥവാ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് എത്ര കാലം എടുക്കുന്നതാണ്. നോർമലായിട്ട് ഇത് 1.5 വർഷം എടുക്കും. ഈ 1.5 വർഷം ഡോക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻറ്റും കൂടി ഈ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ. അത് ഒന്നാമത്താണ് മന്ത്ലി അപ്പോയിൻമെൻറ്റ്സ് പേഷ്യൻറ്റ് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. പിന്നെ ഈ കട്ടിയുള്ള ആഹാരങ്ങൾ കടിക്കുമ്പോൾ ഈ മുത്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പോയിന്റാണ് ബ്രഷിങ് രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്യേണ്ടതുണ്ട്. അതിന് 2 ബ്രഷുകളുണ്ട്, ഇന്റർഡെന്റൽ ബ്രഷ് ആൻഡ് ഓർത്തോഡോണ്ടിക് ബ്രഷസ്. ആ ബ്രഷ് വെച്ച് ഡോക്ടർ തരുന്ന അതേ ഇൻസ്ട്രക്ഷനിൽ ബ്രഷ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ വയറിലും ഈ ഘടിപ്പിച്ചിരിക്കുന്ന മുത്തുകളിലും അഴുക്ക് പറ്റി പിടിച്ചിട്ട് ഈ വയർ ഈ മുത്തിൻ്റെ ഇടയിൽ കൂടി നീങ്ങാതാവും. അങ്ങനെ നീങ്ങാതായാൽ ഈ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഫിനിഷ് ആവാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്രേസസ് അഥവാ കമ്പി ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായി പാലിക്കുക. നല്ലൊരു ചിരി വീണ്ടെടുക്കാനായി നല്ലൊരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിക്കുക. ഫോളോ ചെയ്യാൻ മറക്കണ്ട.